മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ശ്രദ്ധിച്ചാട്ടെ പ്രിയ മക്കൾ, എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. ഒരു ഫ്യൂ മിനിറ്റ്സ്, 20 minutes. ഒന്ന്, ആ വാക്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. ഫസ്റ്റ്, ഒന്നാമത് അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ രാജ്യം. ആര് പറയുന്നു? യേശു പറയുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ, ജീസസ് സ്റ്റാർട്ടഡ് ഹിസ് മെസ്സേജ് preaching the kingdom of God. The last prophet of the Old Testament finished his message preaching the kingdom of God. And even after the resurrection of Jesus Christ, the main topic of Jesus was the kingdom of God. There are several parables in the Bible, in the New Testament, about the kingdom of God. So it is one of the major topics in the Bible. We have to remember and keep on hearing it, because the beginning of Jesus' message is Jesus, the kingdom. The end of Jesus' message before the ascension of Jesus Christ, it was the kingdom. So you can understand how important it was in the message of Jesus Christ. യേശു കർത്താവ് ഈ സബ്ജക്റ്റിന് അമിത പ്രാധാന്യം കൊടുത്ത്, വളരെ പ്രാധാന്യം കൊടുത്ത് പ്രസംഗിച്ച പ്രസംഗ വിഷയമാണ് ദൈവരാജ്യം എന്നുള്ളത്. ആ ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ 2 വാക്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്യു ചാപ്റ്റർ 4 വേഴ്സ് 23 എന്ന് വായിച്ചാട്ടെ. മത്തായി 4:23. ഗലീലയിലെല്ലാം ചുറ്റി സഞ്ചരിച്ച he traveled around Jerusalem and then എല്ലായിടത്തും സഞ്ചരിച്ചുകൊണ്ട് രാജ്യത്തിന് സുവിശേഷം പ്രസംഗിച്ചു. അടുത്തത്, സകല ദീനത്തെയും വ്യാധികളെയും സൗഖ്യമാക്കുകയും ചെയ്തു. 1 more verse, Luke 9:11. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇത് തന്നെയാണ് യേശു കർത്താവിനെ കുറിച്ച് വൈദ്യനായ ലൂക്കോസ് പറയുന്നത്. യേശു അവരെ കൈക്കൊണ്ടിട്ട് ഇതൊക്കെ രാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ശ്രദ്ധിക്കു പ്രിയ സഹോദരങ്ങളെ, ഇറ്റ് വാസ് എ റെഫറൻസ് ഫോർ ദ പീപ്പിൾ ഹൂ വെയർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഫോർ 3 days. 3 ദിവസം ഇവരോട് ഒരേ വിഷയമായി പ്രസംഗിച്ചത്. എന്താണ്? ദൈവരാജ്യം. 3 ദിവസം. ഞാൻ ഒരു ദിവസം മുഴുവൻ പ്രസംഗിക്കണം. നിങ്ങൾ പറയും ഭാഷ വേറെ പ്രസംഗ വിഷയമൊന്നും ഇല്ല. 3 ദിവസം ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരുന്നു യേശുനാഥൻ. യു ക്യാൻ സീ ദി അറ്റ്മോസ്ഫിയർ ഓഫ് ദ മീറ്റിംഗ്. ആ മീറ്റിംഗ് അറ്റ്മോസ്ഫിയർ നിങ്ങൾക്കറിയാമോ? 2 കാര്യങ്ങൾ. ഒന്ന്, ടിഫിൻ കൊണ്ടുവന്ന ടിഫിൻ ബോക്സ് തുറന്നില്ല. എത്ര ദിവസം? 3 ദിവസം. നമ്മൾ ചിലപ്പോൾ സഭയിലേക്ക് വരുന്നത് കാണുമ്പോൾ ടിഫിൻ ബോക്സുമായിട്ട് വന്നിട്ട് ടിഫിൻ കൊടുക്കാൻ വേണ്ടിയാണോ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ച് കാണും. കൊച്ചു ടിഫിൻ ബോക്സ് തുറക്കാൻ മറന്നെന്ന്. How many days? 3 days. പിന്നെ ഈ ശിഷ്യന്മാർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അങ്ങനെ സാധനം അവരുടെ കയ്യിലുണ്ടെന്ന് പോലും അവൻ എന്ത് ചെയ്യുന്നു? ഓർക്കുന്നത്. അത്ര അറ്റ്മോസ്ഫിയർ. കുഞ്ഞുങ്ങൾ പോലും, even the children were listening Jesus Christ for 3 days without eating, because Jesus was the preacher. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, യേശു കർത്താവാണ് പ്രസംഗകന്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 1000 പ്രസംഗം യേശുവിന് ഒറ്റ പ്രസംഗത്തിന് സമമാകത്തില്ല. Such an anointed message, even the kids were listening to Jesus Christ for 3 days without eating. അങ്ങനെയൊക്കെ പ്രസംഗിക്കുക. വണ്ടർഫുൾ. എന്നിട്ട് മാത്രമല്ല, ദൈവസാന്നിധ്യം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ അന്ന് റെഫ്രിജറേറ്റർ ഒന്നുമില്ല. എന്താ ഒപ്പമായിരുന്നു? യവത്തപ്പമായിരുന്നു. യവത്തപ്പം 3 ദിവസം അങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ ഒക്കുമോ? ഒരു 24 hours കഴിഞ്ഞ് ഈ സാധനം എന്ത് ചെയ്യും? ഡീക്കയാകും. പക്ഷെ 3-ാം ദിവസം നോക്കിയിട്ട് ഫ്രഷ് സാധനമായി. എന്താ കാര്യം എന്നറിയുമോ? ദൈവസാന്നിധ്യം അത്ര ആഴത്തിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള. കൊണ്ടുവന്ന അപ്പം പോലും കേടാകാത്ത വിധത്തിൽ പകർന്ന ഒരു ദൈവസാന്നിധ്യം. ഇന്ന് പകൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളെ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ദൈവരാജ്യം പ്രസംഗിക്കുന്നിടത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്.
ഇന്ന് പകല് ആ സാന്നിധ്യത്തിന്റെ അനുഭവമാണ് നമ്മെ ഉറപ്പോടെ നിർത്തുന്നത് എന്നുള്ള ദൈവമക്കൾ മനസ്സിലാക്കണം. എന്നിട്ട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ദാറ്റ് യു ഹാവ് ടു മേക്ക് ഇറ്റ് അണ്ടർലൈൻ. നിങ്ങളത് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവൻ ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ അത് മാത്രമല്ല ചെയ്യുന്നത്, കടന്നു വന്ന സകല രോഗികളെയും സൗഖ്യമാക്കി. ദൈവരാജ്യം പ്രസംഗിക്കുന്നിടത്തെല്ലാം യേശുനാഥൻ ചെയ്ത ഒരു കാര്യമാണ് സകല രോഗികളെ സൗഖ്യമാക്കി. എന്ന് പറഞ്ഞാൽ എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവരാജ്യം പ്രസംഗിക്കുന്നിടത്ത് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം അവിടെയുള്ള രോഗികളെ പോലും സൗഖ്യമാക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ? രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവ സാന്നിധ്യം. ദൈവരാജ്യം പ്രസംഗിക്കുന്നിടത്ത് ദൈവിക സൗഖ്യം വ്യാപരിക്കുമെന്ന് ഞാൻ പേഴ്സണലായിട്ട് വിശ്വസിക്കുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നു ഇന്ന് പകല്? ഇന്ന് പകല് ഞാൻ വിശ്വസിക്കും, there is divine healing. ദൈവം സൗഖ്യം വരുത്തുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു പാവപ്പെട്ട സുവിശേഷകനാണ് ഞാൻ. ഇന്ന് പകല് നാം അത് വിശ്വസിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, വേദപുസ്തകത്തിലെ സുവിശേഷങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട്. നിയർലി 1/5 of the gospel is directed or devoted to the account of healing. സുവിശേഷങ്ങളുടെ ഏതാണ്ട് 1/5 ഭാഗം, 4 സുവിശേഷങ്ങൾ 5ആയിട്ട് തിരിച്ചാൽ ഒരു ഭാഗം രോഗികളെ സൗഖ്യമാക്കിയത് മാത്രമാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികളിൽ ധാരാളം രേഖകൾ, അങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു. എന്ന് പറഞ്ഞാൽ ഡിവൈൻ ഹീലിംഗ് വാസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവ് ദൈവരാജ്യം പ്രസംഗിക്കുന്നിടത്തെല്ലാം ഇത് ഒരു അനുഭവമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വൺ ഓഫ് ദ റീസൺസ് വൈ ദി പെന്തക്കോസ്റ്റൽ ചർച്ച് ഗ്രൂ വാസ് because of the divine healing. ആണോ? പെന്തക്കോസ്ത് വളർച്ച ദൈവശാസ്ത്രം പ്രസംഗിച്ചത് കൊണ്ടല്ല ആദ്യകാലങ്ങളിൽ വളർന്നത്. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തന്നെ അവിടെയൊക്കെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം വരുന്ന രോഗികളെ സൗഖ്യമാക്കുമായിരുന്നു. പെന്തക്കോസ്തിന്റെ വളർച്ചയ്ക്ക് അതൊരു കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, രോഗികൾ വൈദ്യന്മാരും ഡോക്ടർമാരും വിധിയെഴുത്തു നടത്തി ഇനി 3 മാസമേ ജീവിക്കത്തുള്ളൂ, 4 മാസമേ ജീവിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ രോഗികളെ പൊക്കിയെടുത്ത് പാവപ്പെട്ട സുവിശേഷകന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവർ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വർഷങ്ങൾ ജീവിച്ച കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ല, ഇത് കഥയല്ലല്ലോ, നമ്മുടെയൊക്കെ അനുഭവമാണല്ലോ. ആ ദൈവ പ്രവർത്തിക്കായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ സഭയ്ക്കകത്ത് മരുന്നെടുക്കാത്ത വ്യക്തികളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു അത്ഭുതമായിരിക്കും. There are believers in this church who do not take medicine for BP or for diabetic. BP ഹൈ ആയിട്ടും അത് മരുന്നെടുക്കാത്ത അമ്മാമ്മ ഇതിനകത്തുണ്ടെന്ന് ഇന്ന് പകൽ പ്രിയ, ഇതുപോലെ ഡിവൈൻ ഹീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾ ഇന്നും സഭയ്ക്കകത്തുണ്ട് പ്രിയ ദൈവമക്കളെ. അവ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവരാണ്. തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നിങ്ങൾ വിധിയെഴുത്തു നടത്തുമായിരിക്കും. പക്ഷെ ഐ ആം നോട്ട് എ പേഴ്സൺ ടു ക്വസ്റ്റ്യൻ ദെയർ ഫെയ്ത്ത്. അവിടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാൻ ഞാനാണല്ല, അവിടെ ദൈവവുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ ഇന്ന് പകൽ പറയട്ടെ, our Jesus is a healer, our God is a healer. ഇന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് പകൽ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ഒരു നേച്ചർ എന്താണ് പ്രിയ സഹോദരങ്ങളെ? കർത്താവിൻ്റെ ഒരു നേച്ചർ തന്നെ എന്താ? അവൻ്റെ ടൈറ്റിൽ ഐ ആം ദ ലോർഡ് ഹൂ heals. Exodus 15th verse, chapter 26th verse, we read that our Lord is a healer. Our Lord who heals. സൗഖ്യമാക്കുന്ന ദൈവം. അതിൻ്റെ ഒരു ഹീബ്രു ട്രാൻസ്ലേഷൻ ഇങ്ങനെ കൂടിയുണ്ട്, ഐ ആം ദ ലോർഡ് യുവർ ഫിസിഷ്യൻ.
ഞാൻ നിന്റെ വൈദ്യനായ ദൈവമാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവ് എൻ്റെ വൈദ്യനും കൂടെയാണ്. ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ഹി ഈസ് ദ ലോർഡ് മൈ ഫിസിഷ്യൻ. എൻ്റെ കർത്താവ് എൻ്റെ വൈദ്യനും കൂടെയാണ്, എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ സംശയിക്കേണ്ട കാര്യമില്ല. അസാധ്യമെന്ന് പറയുന്ന രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ അതുല്യമായ സാന്നിധ്യം ഇന്ന് പകലും ഇടങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്, ദൈവസഭയിൽ വ്യാപരിക്കുന്നുണ്ട്. ഒരുപക്ഷെ കാനഡയിൽ നടക്കുന്നില്ലായിരിക്കാം, കേരളത്തിൽ അത് നടക്കുന്നില്ലായിരിക്കാം, പക്ഷെ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലോ ഇന്ന് പകലോ രോഗികൾ സൗഖ്യമാകുന്നുണ്ട്, ഭൂതഗ്രസ്ത വിടുവിക്കപ്പെടുന്നുണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, വീരപ്രവർത്തികൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ശാലോ സഭ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളാണ് ഈ സുവിശേഷം വിളിച്ചു പറയുന്നു. Your Lord is your physician. സൗഖ്യദായകനായ ദൈവമാണ് അവൻ, സൗഖ്യദായകനായ കർത്താവാണ്. നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ അകത്ത് അതുല്യമായ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച് ശരീരത്തിനും മനസ്സിനും സൗഖ്യം നൽകുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്താട്ടെ, എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ സൗഖ്യം അനുഭവിച്ച ദൈവമക്കള് ആരും പ്രസംഗിക്കാതെ ഒരു തിയറിയല്ല, ആ കർത്താവിന് സൗഖ്യം വരുത്തുവാൻ കഴിയുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തി ഉപയോഗിക്കാതെ സർജറി നടത്തുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാണ്. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറ്റാതെ സൗഖ്യം വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാണ്. നിങ്ങൾ സംശയിക്കേണ്ട. Glory to God, glory to God, glory to God. ഇന്ന് പകല കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുല്യമായ ദൈവത്തിന്റെ സാന്നിധ്യ നിറവിനായി സ്തോത്രം ചെയ്യുന്നു. You are our physician, you are our physician. ഞങ്ങൾ ഇന്ന് പകൽ ഉയർത്തുന്ന ദൈവ രാജ്യത്തിന്റെ സന്ദേശമാണ്. ഞങ്ങൾ ഇന്ന് പകൽ ഉയർത്തുന്ന ദൈവത്തിന്റെ നാമത്തെയാണ്. ഞങ്ങൾ ഇന്ന് പകൽ ഉയർത്തുന്ന അധികാരമുള്ള യേശുവിന്റെ നാമത്തെയാണ്. ആ നാമത്തിന് ഭൂതഗ്രസ്തരെ പുറത്താക്കുവാൻ കഴിയോ, ആ നാമത്തിന് രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയോ, ആ നാമത്തിന് വിടുതൽ കൽപ്പിക്കുവാൻ കഴിയോ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ രോഗ സൗഖ്യം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ചില ദേഹികളെ ഇന്ന് പകൽ സൗഖ്യമാകട്ടെ, അസ്ഥികളെ ഇന്ന് പകൽ ബലപ്പെടുത്തട്ടെ, ഞരമ്പുകളെ ഇന്ന് പകൽ ബലപ്പെടുത്തട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും വിഷയത്തിൽ ശാരീരിക ബന്ധത്തിൽ അത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അതിവേഗം ഓടുന്ന വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ ജനത്തിന് വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. You are our healer, you are our physician. മൂർഖം പാമ്പ് കടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ സൗഖ്യമായ കേസുകൾ, അതൊക്കെ പണ്ട് ചരിത്രങ്ങളായിട്ട് നമ്മൾ വായിക്കുകയാണ്. പക്ഷേ still our God is a miracle worker. He is the healer. He is the healer. He heals not only our physical body, He heals our mind too. നമ്മുടെ മനസ്സുകളെയും അവൻ സൗഖ്യമാക്കും. എന്താ, തകർന്ന മനസ്സുകളെ സൗഖ്യമാക്കും. He heals the broken minded. He heals the broken hearted. Either physical healing or the healing in the mind broken. അതാണ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. 147 സങ്കീർത്തനത്തിൽ എന്താ വായിക്കുന്നത്? അവിടെ നാം വായിക്കുന്നത് He heals the broken mind. 47:3 എന്താ വായിക്കുന്നത്? അവൻ തകർന്നവരെ, അവൻ മുറിവുകളെ കെട്ടുന്ന ദൈവമാണ്. ഞാൻ ഈ വചനമാണ് പ്രസംഗിക്കുന്നത്, വിശ്വസിക്കുന്നത് ഇന്ന് പകല്. അവൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന്. തകർന്ന മനസ്സുകളെ, ബ്രോക്കൺ ഹാർട്ടഡ്, ഹി വിൽ ഹീൽ. അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ ശരീരം അല്പം ക്ഷീണിച്ചാലും നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോയാൽ നമ്മെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല.
അല്ലേ? പക്ഷെ ഇന്ന് പകൽ ശരീരം ക്ഷീണിച്ചാൽ ഇന്ന് പകൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കരുത്. പ്രിയ അച്ഛൻ പറഞ്ഞത്, വി ആർ ലിവിങ് ഇൻ എ ട്രബിൾഡ് വേൾഡ്. ഓൾവേസ് അവർ മൈൻഡ് ഗെറ്റ്സ് ട്രബിൾഡ്. ഈ രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ ഈസി ആയിട്ട് അവധി കിട്ടാനുള്ള ഒറ്റ കാരണം പറഞ്ഞാൽ മതി. എന്തുണ്ട്? അല്പം സ്ട്രെസ്സാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചോദിക്കുകയില്ല, നിങ്ങളിങ്ങോട്ട് വരണ്ടെന്ന് പോലും പറയൂ. സ്ട്രെസ് ഈസ് വൺ ഓഫ് ദി മേജർ തിങ് ബൈ വിച്ച് യു ക്യാൻ ടേക്ക് ഹോളിഡേ, ലീവ് ഓഫ്. ഒരു ദിവസം നിങ്ങൾക്ക് ഹോളിഡേ എടുക്കാനുള്ള നല്ല ഒരു സാധ്യതയാണ് സ്ട്രെസ്സാന്ന് പറഞ്ഞാൽ. കാരണം ആരും അതത്ര ഗൗരവമായിട്ട് അന്വേഷിക്കുകയില്ല. കാരണം നിങ്ങൾ പറയുന്നതല്ലേ അതവർ ശരിവെക്കുകയുള്ളായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ മാനസിക വിദഗ്ധരായ ആളുകൾ പലയിടത്തും കാണും. എന്നാൽ ഇന്ന് പകൽ പ്രിയ ദൈവമക്കളെ, മരുന്ന് കൊടുത്ത് സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരവസ്ഥയല്ല മനസ്സെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ മെറ്റീരിയൽ തിങ് ബൈ വിച്ച് യു ക്യാൻ ഹീൽ വിത്ത് മെഡിസിൻ. നമ്മുടെ ശരീരത്തിന് മരുന്ന് കൊടുത്താൽ ഒരു പക്ഷേ സൗഖ്യം വരുമെന്ന് നാം കരുതുന്നു. പക്ഷെ മനസ്സൊരു മെറ്റീരിയൽ അല്ലാത്തത് കൊണ്ട് ഏത് മരുന്ന് കൊടുത്താലും അതിന് അത്രമാത്രമൊന്നും സൗഖ്യം വരികയില്ല. പക്ഷെ മനസ്സുകളെ തൊടുവാൻ, ഹൃദയത്തെ തൊടുവാൻ കഴിയുന്ന ഒരുവനുണ്ട്, അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഇന്ന് പകൽ മനസ്സ് ക്ഷീണിക്കാത്ത ആരും ഇവിടെയില്ല. എവിടെയെങ്കിലുമൊക്കെ മനസ്സ് ക്ഷീണിച്ചവരായ ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്, സഭയിലുള്ളത്. പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നമ്മുടെ മനസ്സുകളെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് പകലുണ്ട്. യേശു കർത്താവ് രോഗസൗഖ്യം നടത്തിയപ്പോൾ അവൻ ഫിസിക്കലി ബ്രോക്കണായ ആളുകളെ മാത്രമല്ല സൗഖ്യമാക്കിയത്. ഹിസ് ഹീലിംഗ് പവർ എക്സ്റ്റെൻഡഡ് ടു ദോസ് പീപ്പിൾ ഹൂ were broken physically, who were broken mentally, and who were broken socially, and who were broken spiritually. ഈ 4 ദിശകളിൽ ബ്രോക്കൺ ആയിട്ടുള്ള ആളുകളെയാണ് യേശു സൗഖ്യമാക്കിയത്. അവിടെ മാനസിക വ്യഥയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ ഒറ്റപ്പെട്ടത് കൊണ്ട് വേദന അനുഭവിക്കുന്ന ആളുകൾ അക്കാലത്തുണ്ടായിരുന്നു. പുറത്താക്കിയത് കൊണ്ട് വേദന അനുഭവിക്കുന്ന സ്പിരിച്വലി ബ്രോക്കണായ ആളുകൾ അക്കാലത്തും ഉണ്ടായിരുന്നു. യേശു കർത്താവിന്റെ സൗഖ്യം ഇവിടെയെല്ലാം വ്യാപരിക്കുന്ന സൗഖ്യമാണ്. മനസ്സുകൾക്ക് ശാന്തി നൽകുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ കർത്താവാണ്. ആ കർത്താവിന് ഇന്ന് പകൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയ സഹോദരങ്ങളെ, നാം ഇവിടം വരെ വരുവാൻ കാരണം നമ്മുടെ ഒന്നുമല്ല, നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ കഴിവോ നമ്മുടെ ശ്രേഷ്ഠതയോ നമ്മുടെ മിടുക്കോ ഒന്നുമല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പുണ്ട്, there is a favor of God on you. ഉണ്ടോ? ഇന്ന് പകൽ അത് വിശ്വസിക്കുന്ന ദൈവമക്കളെ എത്ര പേരുണ്ട്? വിദ്യാഭ്യാസത്തിന്റെ കഴിവല്ല, എൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു കരുണയുണ്ടെന്നോ ദൈവത്തിൻ്റെ ഒരു സ്നേഹമുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്ന് കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. Still there is a favor on you. Still there is a favor on you. Still there is a favor on your family. Still there is a favor of God on your children. Still there is a favor on God, favor of God. all us പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽ ദൈവത്തിന്റെ കരുതൽ നമ്മുടെ മേലുണ്ട്. അതെല്ലാം ഇപ്പോഴും ഞാനും നിങ്ങളും അനുഭവിക്കുന്ന കാര്യമാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കട്ടെ. പക്ഷേ ഇവിടെ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഈ രോഗികളെ ഓടി നടന്ന് സൗഖ്യമാക്കിയതെന്നറിയാമോ? എന്തുകൊണ്ടാണ് മരിച്ചവരെ ഉയർപ്പിച്ചെന്നറിയാമോ? എന്തുകൊണ്ടാണ് ബ്രോക്കൺ ആളുകളെ അവൻ സൗഖ്യമാക്കിയെന്നറിയാമോ? ഇറ്റ് വാസ് ദ പ്രിവ്യൂ ഓഫ് ദി കിങ്ഡം ഓഫ് ഗോഡ്. അത് ദൈവരാജ്യത്തിൻ്റെ ഒരു മുന്നോടിയായിരുന്നു. പ്രിവ്യൂ ഓഫ് ദി കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ പ്രദർശനമായിരുന്നു അത്. ദൈവരാജ്യത്തിന് പ്രദർശനം. കാരണം അവിടെ വായിക്കുന്നു, അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗികളെ എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും ഭൂതഗ്രസ്തരെ പുറത്താക്കുകയും ചെയ്തു. അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും നാനാവിധ വ്യാധിക്കാരെ അവൻ സൗഖ്യമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് സൂചന കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വരുവാൻ പോകുന്ന ദൈവരാജ്യം എപ്രകാരമായിരിക്കുന്നു എന്ന് ഈ ജനത്തോട് യേശു ഈ അത്ഭുതങ്ങളുടെ പറയുകയായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് സൗഖ്യം വേണം, കാരണം നിങ്ങൾ രോഗികളാണ്. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന ഒരു ദൈവരാജ്യമുണ്ട്. ആ ദൈവരാജ്യ രോഗമില്ലാത്ത രാജ്യമാണ്. ആ രാജ്യ മരണമില്ലാത്ത രാജ്യമാണ്. ആ രാജ്യ അസ്വസ്ഥതയില്ലാത്ത രാജ്യമാണ്. ആ രാജ്യ ഒരു ശക്തിക്ക് നിന്നെ തൊടുവാൻ കഴിയാത്ത ഒരു രാജ്യമാണ് ഞാൻ പ്രസംഗിക്കുന്ന രാജ്യം. ആ രാജ്യം നിങ്ങൾ സ്വീകരിക്കണം.
It was a message Jesus was giving to the people when he preached and healed the sick. പകൽ ഈ സന്ദേശം ഞാൻ ഇവിടെ ചുരുക്കുന്നു. ഞാൻ പിന്നീടുള്ള ആഴ്ചകൾ നിങ്ങളോട് പ്രസംഗിക്കാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ദൈവരാജ്യത്തിന് പ്രത്യേകതയുണ്ട്. ആ ദൈവരാജ്യത്തിൻ്റെ ഒരു ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഇവിടെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. We know that the Holy Spirit is at work. പരിശുദ്ധാത്മാവ് പല ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ട്, അഭിഷേകം പ്രാപിക്കുന്നു. നാം ആത്മാവിൽ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ അഭിഷേകം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ധൈര്യപ്പെടുത്തുന്നു, നമ്മളെ ഗൈഡ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതനെ ആഗമനമായി മുന്നോട്ട് നയിക്കുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു കാര്യം കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ സ്വർഗത്തെ അനുഭവിക്കുവാനൂടെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ സ്വർഗത്തെ അനുഭവിക്കുവാൻ സഹായിക്കുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം വരുവാൻ പോകുന്ന സന്തോഷത്തിൻ്റെ ഒരല്പം നിഴലാണ്. മനസ്സിലായോ? ഞാനിപ്പോൾ അല്പസമാധാനം പരിശുദ്ധാത്മാവിലൂടെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വരുവാൻ പോകുന്ന സമാധാനത്തിൻ്റെ നിഴലാണത്. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയട്ടെ, we do not experiencing anything, we are not going to experience anything new in heaven that which we experience at present in our Christian life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതിൽ അളവ് വ്യത്യസ്തമായിരിക്കും. പക്ഷെ അതെല്ലാമാണ് നാം ഈ ദൈവരാജ്യത്തിൽ അനുഭവിക്കുവാൻ പോകുന്നത്. ഈ ദൈവരാജ്യത്തിൽ സന്തോഷമുണ്ട്, ഈ ദൈവരാജ്യത്തിൽ സമാധാനമുണ്ട്, ഈ ദൈവരാജ്യത്തിൽ നമുക്ക് ശക്തിയുണ്ട്. അതെല്ലാം പരിശുദ്ധാത്മാവിലൂടെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പാപത്തെ ആത്മാവിനാൽ ജയിക്കുമ്പോൾ it is a little experience of what I am going to experience in heaven. When I experience joy in my Christian life, it is an experience that I am going to experience in heaven in full measure. ഞാൻ ആത്മാവിൽ അത് മുഴുവനായി അനുഭവിക്കുവാൻ പോകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് അനുഭവിക്കുന്ന സകല സന്തോഷത്തിൻ്റെയോ ഒരു പൂർത്തീകരണമുണ്ടെന്ന് വിശ്വസിക്കുന്നു.